നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആദിച്ചനല്ലൂരിലാണ്. ആദിച്ചനല്ലൂർ ചിറ ഒരു കാലത്ത് ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തി ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന അവസ്ഥ അത്ര തിളക്കമുള്ളതല്ല. കൊല്ലം ആദിച്ചനല്ലൂരിന്റെ ഭംഗി വിളിച്ചോതുന്ന 28 ഏക്കർ വരുന്ന ആദിച്ചനല്ലൂർ ചിറ നശിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ടൂറിസത്തിൽ ചിറ ഉൾപ്പെടുത്തി 50 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ടിംഗ് സൗകര്യങ്ങളും കുട്ടികൾക്കായി നിർമ്മിച്ച മനോഹരമായ പാർക്കും തുടക്കത്തിൽ പ്രവർത്തിച്ചു വന്നെങ്കിലും കാലക്രമേണ അധികാരികളുടെ ശ്രദ്ധക്കുറവ് മൂലം നശിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ സാധാരണ ജലനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചിറ ഇവിടുത്തെ കർഷകർക്കും ജനങ്ങൾക്കും എപ്പോഴും ഉപയോഗപ്രദമായിക്കൊണ്ടിരിക്കുന്ന ചിറയാണ്. ചിറ മുഴുവൻ ആഫ്രിക്കൻ പായൽ കയറി മൂടിയിരിക്കുന്നതും 2 ബോട്ടുകൾ ഉണ്ടായിരുന്നതിൽ 2 നശിച്ചു പോകുന്നതുമാണ് കാണാൻ സാധിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കുട്ടികളുമായിട്ടൊക്കെ ഫാമിലി വന്ന് സമയം ചിലവഴിക്കുന്ന പാർക്ക് കാട് പിടിച്ചു കിടക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കൂടാതെ നായകളുടെ ശല്യവും അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ലക്ഷങ്ങൾ ചിലവാക്കി ടൂറിസം വികസനം ഒരുക്കിയിട്ട് അത് ഭംഗിയായി സംരക്ഷിക്കപ്പെടണമെന്നും ബഹുമാനപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനായി ഒരു ലോക്കൽ വിങ്ങിനെയോ കരാറടിസ്ഥാനത്തിൽ ഒരു ടീമിനെയോ നിയമിക്കുക. വെയിലിൽ നിന്നും തണൽ ലഭിക്കുവാനായി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. ടോയ്ലറ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരിക. ടിക്കറ്റ് മുഖേന ബോട്ടിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. പിന്നെ റീൽസും വ്ളോഗ്സും വാഴുന്ന ഈ കാലത്ത് പ്രൊമോഷൻസിന് യാതൊരു പഞ്ഞവും ഉണ്ടാവില്ല. അതുവഴി ആദിച്ചനല്ലൂർ വീണ്ടും പ്രശസ്തമാകും. താങ്ക് യു.